തന്റെ ഭാര്യയും തന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ പ്രവാചകന് സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫാത്തിമ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അബീ താലിബിന്റെ മലഞ്ചരിവിൽ നിന്നാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം പഠിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പൊന്നാര മക്കളും ഭാര്യയും പട്ടിണി കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇല പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഖദീജ. മുത്തുനബി തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഖദീജ, ഖദീജ. എല്ലാവർക്കും എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, എല്ലാവർക്കും എന്നോടാ ദേഷ്യം, നിന്നോട് ആർക്കും ദേഷ്യമില്ല. അതുകൊണ്ട് ഖദീജ, നിനക്കാണെങ്കിലും പട്ടിണി കിടന്നു പരിചയമില്ല. കാരണം നീ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ്. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ് നീ. നിനക്ക് പട്ടിണി കിടന്നു പരിചയമില്ല. ഇതുപോലെ വന്ന് ഈ മലഞ്ചെരുവിൽ കടന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. നിങ്ങൾ പഠിക്കണം. ഖദീജ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? പുല്ലു പറിച്ചുകൊണ്ട്, അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി ഇത് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പോകൂല നബിയെ, ഞാൻ പോകൂല നബിയെ, എന്നെ പറഞ്ഞു വിടരുത്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഭാര്യ യാചിക്കുകയാ, എന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു വിടരുത് നബിയെ. നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചിവിടെ കിടന്ന കൂടെ ഈ ഖദീജയുണ്ട് നബിയെ. നബിയെ, അങ്ങ് ഇവിടെ കിടന്നു പട്ടിണി കിടന്നു മരിച്ചാലും ഈ ഖദീജയും കൂടെയുണ്ട് നബിയെ. ഒരിക്കലും അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞു കൊടുത്ത മറുപടി അതാണ്, പഠിച്ചവനെ, വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുകയാ. വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുന്നതാണ് ഖദീജ ബീബി. തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ പറഞ്ഞു വിടല്ലേ. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പട്ടിണിയാണെങ്കിലും മരിക്കാൻ ഈ ഖദീജ തയ്യാറാ. ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് യാചിക്കുന്നതാണ് ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് കണ്ടുപഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, അവര് കണ്ടുപഠിക്കുന്നത് എന്താണ്? വാപ്പ ഉമ്മാനെ തല്ലുന്നത്, ഉമ്മ ഉപ്പാനെ ചീത്ത വിളിക്കുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്, എപ്പോഴും ബാപ്പയും ഉമ്മയും കടന്ന് തമ്മിലടിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പ്രയാസത്തിന്റെ നടുവിലും ബാപ്പയുടെ കൂടെ നിൽക്കുന്ന ഉമ്മാനെയാണ് കാണുന്നത്. പഠിച്ചവനെ, അതാ രോഗിയായി കഴിയുമ്പോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോ, കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ നടുവില് ഒരു പ്രയാസത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് താങ്ങായി നിൽക്കുന്ന ഭാര്യയെ കണ്ടാണ് ഫാത്തിമ വളരുന്നത്. പഠിച്ചവനെ, അവിടെ പട്ടിണി കിടന്നത് 1 മാസമോ 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ അല്ലടാ ചെറുപ്പക്കാരാ, 3 കൊല്ലമാണ് അവര് പട്ടിണി കിടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ശൈബു അബീ താലിബിന്റെ മലഞ്ചെരുവില് പ്രവാചകന്റെ കുടുംബം 3 വർഷക്കാലമാണ് അവിടെ കിടന്നത്. ചരിത്രം പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങള് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. പടച്ചവനെ, 3 കൊല്ലം കഴിഞ്ഞു. അവസാനം പടച്ചവനെ ജനങ്ങളെ മുഴുവനും സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഊരുവലക്കൊക്കെ കഴിഞ്ഞു. അതാ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ കിടന്നു പട്ടിണി കിടന്നിട്ട് അവിടെ നിന്ന് രോഗം പിടിച്ചു. ഖദീജ ബീവി തളർന്നു തുടങ്ങി. അങ്ങനെ അവസാനം അല്ലാഹുവേ അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ഖദീജ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി.
പട്ടിണി കിടന്നു. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. 65 വയസ്സുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നിൽക്കുകയാ. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുക 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകൾ ഇത് കാണുന്നുണ്ട്, ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത്. വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിച്ചു. പതിവില്ലാത്ത രീതിയിൽ അന്ന് അടുത്തുപോയി ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലതുപോലെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. ഒരു വാപ്പയും ഉമ്മയും കിടന്ന് സ്നേഹിക്കുന്നത് പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. വാപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും 65 വയസ്സുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് നീ എന്നെ കാണാൻ നിനക്ക് ഇപ്പോഴാണോ അത് തോന്നിയേ? ഖദീജ 25 വർഷമായിട്ട് നീ എന്നെ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാ. ആ സമയം നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ വീടിന്റെ അവസ്ഥ. 40 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താവ് ഒരു റൂമിൽ, ഭാര്യ ഒരു റൂമിൽ കിടക്കുന്ന കാലമാണ്. ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന എന്റെ ഉപ്പമാരോട്, വേദിയിലും പുറത്തു ഇരിക്കുന്നവരോട്, സ്വന്തം ഭാര്യയുടെ കൂടെ ഇപ്പോഴും കിടന്നുറങ്ങണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്? കാരണം 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, ഇനിയിപ്പോ എന്തിപ്പ ഇല്ലേ? ഇനിയിപ്പോ എന്ത്? എങ്കിൽ അള്ളാഹുവെ അപ്പോഴാ സ്നേഹിക്കേണ്ടത്. നീ വിചാരിച്ചോ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയാ സ്നേഹിക്കേണ്ടതെന്ന്? ആരാ പറഞ്ഞതെന്ന്? വാപ്പ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയല്ല സ്നേഹിക്കേണ്ടത്. അത് സ്നേഹിക്കാൻ ആരെ കൊണ്ടും പറ്റും, കാരണം പുതുജോടിയാ. പക്ഷെ സ്നേഹിക്കേണ്ടത് എപ്പോഴെന്നറിയോ? പ്രായമായി വരുമ്പോഴാ. പ്രായമായി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്.